ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നാടൻ രസമാണ്. അപ്പോൾ ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു രസം മാത്രം മതിയാകും. അപ്പോൾ ഓണമൊക്കെ അല്ല വരുന്നത്. ഓണത്തിന് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി രസം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആവശ്യത്തിന് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം എന്നൊക്കെ പറയുന്ന ജീരകമില്ലേ, അതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനുള്ള കുരുമുളകും 2 വറ്റൽമുളകും 5-10 ചെറിയുള്ളിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടി നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഉലുവയും കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് മുഴുവനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് ഇവിടെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം മുഴുവനെ ഉള്ള തക്കാളി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 തക്കാളി മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം കുക്കായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇപ്പോൾ ഇത് കണ്ടോ, തക്കാളിയൊക്കെ നല്ലവണ്ണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിനായിട്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ജസ്റ്റ് 1 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മസാലക്കൂട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടില്ലേ, ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെങ്കിൽ മുഴുവനെയുള്ള മല്ലി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനപ്പോൾ അതിൽ മല്ലിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു മല്ലിപ്പൊടി മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3/4 കപ്പോളം പുളിവെള്ളം ഉണ്ടാകും. ഇത് നല്ലവണ്ണം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു രസം ലൂസായിട്ട് വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രസം കഴിച്ചവർക്കൊക്കെ അറിയാലോ, രസത്തിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മധുരത്തിന് വേണ്ടി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള നാടൻ രസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ രസമാണിത്. അപ്പം ഈ ഒരു രസം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓണത്തിൻ്റെ സദ്യയിലൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുകൂടാതെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.